മനുഷ്യനെ കണ്ടോ? ആ മനുഷ്യന് ലക്ഷക്കണക്കിന് പലിശ കിട്ടാനുണ്ടായിട്ട് മക്കം ഫത്തയിൽ നബി ഒരു ആയത്ത് ഓതി കൊടുത്തപ്പോ അങ്ങനെ അല്ല പറഞ്ഞോ റസൂലേ? അതെ, എന്നാ എനിക്ക് പലിശ വേണ്ട. പറയൂ, മൗദൂദി പറയുന്നത് പലിശ ഇല്ലാണ്ടാക്കാൻ, ബലം പ്രയോഗിച്ചില്ലാണ്ടാക്കാൻ. ഞാൻ പറയുന്നത് മൗദൂദി ഇസ്ലാമിന്റെ ശത്രുവായിരുന്നു, ഇസ്ലാമിനെ പഠിക്കാത്ത ആളായിരുന്നു. ബലം പ്രയോഗിച്ചിട്ടല്ല, ഉപദേശം കൊണ്ടാണ്. ഇനി വ്യഭിചാരം, ഒരു മനുഷ്യൻ വന്നിട്ട് നബിയോട് പറഞ്ഞു, വ്യഭിചാരം ഒഴികെ ബാക്കി എല്ലാ തിന്മയും ഞാൻ ഒഴിവാക്കാറുണ്ട്, വ്യഭിചാരത്തിന്റെ കാര്യം മാത്രം പറയരുത്, അന്നാ ഈ കാബറ പോയിക്കോന്നല്ല. നബി ഒരു ചോദിച്ചു, നിന്റെ ഉമ്മാൻ ഒരാള് നശിപ്പിച്ചാൽ നീ ഇഷ്ടപ്പെടുകയോ? ഇല്ല നബിയെ, എനിക്ക് സഹിക്കാൻ പറ്റൂല. നിന്റെ ഭാര്യ ഒരാൾ ഉപയോഗിച്ചാലോ നീ ഇഷ്ടപ്പെടുകയോ? അതും ഇല്ലായിരുന്നു. നിന്റെ മകളെ ഒരാൾ ഉപയോഗിച്ചാലോ അത് ഇഷ്ടപ്പെടും. നിന്റെ സഹോദരിയെ. അപ്പൊ നബി പറഞ്ഞു, നീ നശിപ്പിക്കുന്ന ഏതൊരു പെണ്ണും ഇത് നാലും അല്ലാത്ത വേറൊരവസ്ഥ ഉണ്ടാവില്ല. അതോടുകൂടി അയാൾ നിർത്തി. പറയൂ, നിങ്ങൾ ഉപദേശം ഫലപ്പെട്ടിട്ടുണ്ടോ? ഇയാൾ പറയുന്ന ഉപദേശിച്ചിട്ട് ഒരു ഫലമില്ല. അങ്ങനെ ഉപദേശിക്കാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് അസ്ഥാനത്താണ് എന്നാ ഞാൻ പറയുന്ന. ആ വാദത്തിന് ഇസ്ലാമായിട്ട് ബന്ധമില്ല. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈതിർ. 88-ാം അധ്യായം 21-22 നബിയേ, താങ്കൾ ഒരു ഉപദേശകൻ മാത്രമാണ്, ബലം പ്രയോഗിക്കേണ്ടവനല്ല, അധികാരം ചെലുത്തേണ്ടവനല്ല എന്നാ. ഇനി നിർലജ്ജമായ വസ്ത്രധാരണം. മക്കയിലെ സ്ത്രീകൾ ധരിച്ചിരുന്ന വസ്ത്രം, മദീനയിലെ സ്ത്രീകൾ ധരിച്ചിരുന്ന വസ്ത്രം. അപ്പൊ അള്ളാന്റെ ആയത്തിറങ്ങി. ഉടനെ തന്നെ ആയത്ത് കേൾക്കേണ്ട താമസം. കള്ളിച്ചെടിയുള്ള മുള്ളടക്കെടുത്ത് അവർ മാറുമറച്ചു, മാറിലേക്ക് തട്ടട്ടു. ഏത് ബലം പ്രയോഗിച്ച് അതൊക്കെ ചെയ്തത്? മൗദൂദി സാഹിബ് പറയുന്നു, ഉപദേശിച്ചിട്ട് കാര്യമല്ല, ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അമ്പിയാക്കളൊക്കെ പ്രസംഗിച്ചതാണ്, അമ്പിയാക്കളൊക്കെ പ്രസംഗിച്ചതാണ്, പ്രസംഗിച്ച് മാറ്റിയതാണ്, അധികാരം ഉപയോഗിച്ചല്ല. അധികാരം ഉപയോഗിക്കരുത് എന്നാണ് നബിയോട് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, നബിക്ക് ഭരണം കിട്ടിയിട്ടില്ലേ? ഭരണം കിട്ടിയിട്ടുണ്ട്. കാരണം നബി അന്തിമ പ്രവാചകനാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും എല്ലാ വിഷയത്തിലും സമ്പൂർണ്ണ മാതൃകയാണ് നബി. എല്ലാ വിഷയത്തിലും, അനാഥക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ, പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ, അതൊക്കെ ചെയ്യാം. ഒരു നല്ല പ്രബോധകനിൽ നിന്ന് അതൊക്കെ ഉണ്ടാവണം. പക്ഷെ ഒരു സംഘടന സംഘടിച്ച് അവരുടെ മുഴുവൻ പ്രവർത്തനവും വെള്ളം കൊടുക്കുന്നോ ചോറ് കൊടുക്കുന്നോ ആകരുത്. മറിച്ച് തൗഹീദി പ്രബോധനം നടക്കുന്നതോടൊപ്പം അവന്റെ ചുറ്റുവട്ടത്ത്. അതുകൊണ്ടാണല്ലോ വാത്തിദിൽ ഖുർബാ ഹഖഹു വൽ മിസ്കീൻ വബിനസ് സബീൽ വലാ തുബദ്ദിറു തബ്ദീറാ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്ത്. നിങ്ങളുടെ ധനങ്ങൾ വല്ലാണ്ട് ദൂർത്തടിക്കരുത്. നിങ്ങൾ അടുത്ത കുടുംബത്തിന് കൊടുക്കണോ, ബാപ്പാക്ക് കൊടുക്കണോ, മൂത്താപ്പാക്ക് കൊടുക്കണോ? അതൊന്നും കൊടുത്താൽ ഫോട്ടോ വരൂല. പ്ലാച്ചിപ്പടേ ചെന്നാൽ ഫോട്ടോ വരും, ആളുകൾ കാണും, 10 ആൾ അഭിപ്രായം പറയും. അതിനെപ്പറ്റി ഞെളിഞ്ഞുണ്ട് ഷെയ്ഖ് സാഹിബിന് പറയൽ. കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞു ഞങ്ങളോട്, ഒരു കയ്യിൽ വിപ്ലവവും ഒരു കയ്യിൽ സാമൂഹ്യ സേവനവും, നിങ്ങൾക്കല്ലാണ്ട് ഇതൊന്നും നടക്കൂല. അപ്പോ ശരിക്കും മനസ്സിലാക്കുക, സമൂഹത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന, ഇനി ഇതിൽ ഒരു വാചകവും കൂടെ പറയാതെ വയ്യ, ഒരു സംഗതി കൂടെ അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നത്. മഗ്‌രിബിന് ശേഷം നമ്മൾ ചോദ്യോത്തര സെഷനോടുകൂടി മറ്റു വിശദാംശങ്ങളിലേക്ക് വരും. മറ്റൊരു കാര്യം ഇതിൽ തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ്. അതാണ് ഞാൻ പറയുന്നത്, അദ്ദേഹത്തിന് സ്വന്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. 408-ാമത്തെ പേജ് ജിഹാദിൽ ഇത് കേട്ടോളൂ. സഹോദരങ്ങളെ, നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എന്നീ കർമ്മങ്ങളെ കൊണ്ട് ഉദ്ദേശം എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾ നല്ലപോലെ ഗ്രഹിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ആരാധനാകർമ്മങ്ങളെല്ലാം വെറും ചില പൂജകൾ മാത്രമാണെന്നാണ് നിങ്ങൾ ഇതുവരെ വിചാരിച്ചു പോന്നിട്ടുള്ളത്. അതേ, നിരവധി കാലമായി ഇതേ തെറ്റിദ്ധാരണയിലായിരുന്നു നിങ്ങൾ പെട്ടുകിടന്നത്. 13 നൂറ്റാണ്ട് കാലം എന്നാണ് മൗദൂദി സാഹിബ് പറയുന്നത്. അതിനെ സംബന്ധിച്ച് പിന്നെ നമ്മുടെ പ്രഗത്ഭ പണ്ഡിതനായ നദ്വി സാഹിബ് അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതേ, നിരവധി കാലമായി ഇതേ തെറ്റിദ്ധാരണയിലാണ് നിങ്ങൾ പെട്ടുകിടക്കുന്നത്. ഇത്രയും മഹത്തരവും ത്യാഗസമ്പൂർണവുമായ ഒരു സേവനത്തിനുള്ള പരിശീലന കർമ്മങ്ങളാണെന്ന പരമാർത്ഥം നിങ്ങളെ ഇതേവരെ ആരും പഠിപ്പിച്ചിട്ടില്ല. ഉണ്ടോ? ഇതേവരെ ആരും പഠിപ്പിച്ചിട്ടില്ല. അഥവാ മൗദൂദി വരുന്നവരെ മൗദൂദിക്കുണ്ടായ വാദമല്ല, മൗദൂദിക്ക് സ്വന്തമായുള്ള വാദം ദീന. ഇവിടെ പറഞ്ഞു, ഞങ്ങളുടെ ജമാഅത്തെ ഇസ്ലാമിക്ക് മനുഷ്യാരംഭത്തോളം പഴക്കമുണ്ട്. ഒന്നുമില്ല, മൗദൂദിയോളേ പഴക്കമുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ആയുസ് ഉണ്ടെന്ന് തെളിയിക്കാൻ ഞങ്ങളൊരു തുറന്ന സംവാദത്തിന് ജമാഅത്തെ ഇസ്ലാമിയായിട്ട് റെഡിയാണ്. ഓരോ സബ്ജക്റ്റിലും തുറന്ന വേദിയിൽ സുന്നികൾ വരുന്ന പോലെ നിങ്ങൾ വരികയാണെങ്കിൽ ഞങ്ങൾ റെഡിയാണ്, ഞങ്ങളുടെ പ്രസ്ഥാനം റെഡിയാണ്. ആ വിഷയത്തിൽ കൃത്യമായ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ സംസാരിക്കാൻ. അപ്പൊ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കുക, പുകമറകൾ സൃഷ്ടിക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട്. ഞാൻ അവസാനിപ്പിക്കും ഒന്നുകൂടെ ഭംഗിയായി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകന്മാർ ലോകത്ത് വന്നിട്ട്, ഞാൻ പറഞ്ഞ മക്കയിൽ 91 അധ്യായം ഇറങ്ങിയിട്ടുണ്ട്. ആ അധ്യായത്തിൽ മിക്ക വിഷയങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട് ഖുർആൻ. മിക്ക വിഷയങ്ങളും നടന്നു പോകേണ്ട മര്യാദ പഠിപ്പിച്ചു, രാത്രി നമസ്കരിക്കേണ്ടതിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തി, അതുപോലെ തന്നെ പാവപ്പെട്ടവനെ ഭക്ഷണകാര്യം ഓർമ്മപ്പെടുത്തി, മാതാപിതാക്കളെ ബന്ധം പറഞ്ഞു. അതൊക്കെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകണം, ഒരു നല്ല വൃക്ഷത്തെ പോലെ തന്നെ ഉണ്ടാകണം. പക്ഷേ ഒരു പ്രബോധക സംഘം എന്ന നിലയിൽ ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസനതി വജാദിലുഹും ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല രൂപത്തിൽ
ജനങ്ങളെ ദീനിലേക്ക് ക്ഷണിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. തൗഹീദി പ്രബോധനമാണ് നമ്മുടെ മുഖ്യ ലക്ഷ്യം. ഇന്ത്യയെ പോലെയുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ, വിഗ്രഹാരാധകർ, വിശുദ്ധ ഖുർആനിന്റെ അർത്ഥം പഠിക്കൽ പോലും ഹറാമാണ് എന്ന് ഇപ്പോഴും വാദിക്കുന്ന 2006 ഉസങ്കടിയിൽ നടന്ന സുന്നി മുജാഹിദ് സംവാദത്തിൽ പേരോടെന്ന് പറയുന്ന പ്രഗത്ഭനായ പണ്ഡിതൻ ഖുർആൻ പരിഭാഷപ്പെടുത്തൽ ഹറാമാണെന്ന് വിശ്വസിക്കുന്ന ഞങ്ങളോടാണോ നിങ്ങൾ പരിഭാഷ ഉദ്ധരിക്കുന്നത് എന്ന് ഈ 2006 പോലും പറഞ്ഞിരിക്കുന്ന ഘട്ടത്തിൽ ഖുർആൻ പഠിക്കരുത് എന്ന് മനസ്സിലാക്കിയ മുസ്ലിം ഉമ്മത്തിന് ആ ഖുർആൻ ഓതിക്കൊടുക്കണം. ഖുർആനിന്റെ മുഴുവൻ വശങ്ങൾ പഠിപ്പിക്കണം. വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും അതൊക്കെ ഉണ്ടാകണം. എത്രത്തോളം എന്ന് ചോദിച്ചങ്ങക്കറിയോ? നരിയാനയുടെ മോള് ഡ്രസ്സ് ധരിക്കുന്നതിനെ പറ്റി ചോദിച്ചപ്പോ പ്രബോധകന്റെ മനോവ്യതകൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്, ഗസാലിയുടെ, ജമായത്തേർ പ്രസിദ്ധീകരിച്ച്. അതിൽ വമ്പിച്ച കളിയാക്കലാണ് അദ്ദേഹം കളിയാക്കുന്നത്. അതിനെപ്പറ്റിയൊക്കെ ഇവിടെ വീണ്ടും പറയും. മുജാഹിദുകളുടെ താടിയെക്കുറിച്ച്, മുജാഹിദുകളുടെ ജുബയെക്കുറിച്ച്, മുജാഹിദുകളുടെ നരിയാനയുടെ മോള് തുണിയെടുത്തതിനെ കുറിച്ച് ഒക്കെ വെള്ളം കിടക്കാത്ത മുത്തക്കികൾ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന ജമായത്തിന്റെ ഏത് കാര്യത്തിലും ശാഖാപരമായ കാര്യമൊക്കെ മുജാഹിദ് വളരെ പ്രാധാന്യത്തോടെ കാണുന്നത് സ്വർഗം ലഭിക്കാൻ വേണ്ടിയാ. തറാവീഹിന്റെ കാര്യത്തിൽ തർക്കിക്കുന്ന പ്രസ്ഥാനമല്ല ഞങ്ങൾ എന്നൊക്കെ ജമായത്തേർ പറയാറുണ്ട്. പക്ഷേ പ്രബോധനത്തിൽ കൃത്യമായി ഇത് കണ്ടോ നിങ്ങൾ? പ്രബോധനം 2005 ഒക്ടോബർ 8 തറാവീഹിന്റെ റക്കായത്തുകൾ എന്ന് പറഞ്ഞിട്ട് ഇമാം സുയൂത്തിയുടെ കിതാബ് ഉദ്ധരിച്ചിട്ട് 8ൽ കൂടുതൽ ബിദ്അത്താണെന്ന് കൃത്യമായി സ്ഥാപിക്കുകയും 20 റക്കായത്ത് നിസ്കരിക്കാൻ യാതൊരു തെളിവുമില്ല എന്ന് വമ്പിച്ച് ഒരു ലേഖനം എടുത്ത് പ്രസിദ്ധീകരിക്കുകയും അതാണ് ശരിയെന്ന് അംഗീകരിക്കുകയും ചെയ്യുന്നു. ശരിയായത് അംഗീകരിക്കുക, അതനുസരിച്ച് ജീവിക്കാനും വാശി പിടിക്കേണ്ടവരല്ലേ യഥാർത്ഥ വിശ്വാസികൾ? അതല്ലേ ഇഖാമത്തുദ്ദീൻ? യഥാർത്ഥ ദീനിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുക എന്ന് പറയുന്നതും ആ ദീന് സ്വന്തം ജീവിതത്തിൽ ഉണ്ടാകുകയാണ് പറയുന്നതും ദീന് പറഞ്ഞ പോലെ ജീവിക്കാന്നല്ലേ? ജമാഅത്തെ ഇസ്ലാമിയുടെ തറാവീന്റെ കാര്യത്തിൽ മുജാഹിദുകളാ ശരി, 8 ശരി, അല്ലാത്തതൊക്കെ ബിദ്അത്താണ്, അതൊക്കെ കടത്തിക്കുട്ടിയാണ്, അതിൽ റിപ്പോർട്ടർ തെറ്റാണ്, ഇതല്ലേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ 23 നിസ്കരിക്കുന്നവരെ ഞങ്ങൾ ആരെയും കൊല്ലാൻ ശ്രമിക്കാറുണ്ടോ? ഞങ്ങൾ ആരെങ്കിലും അവനെ കാഫിർ എന്ന് വിളിക്കാറുണ്ടോ? ഞങ്ങൾ പറയാൻ